മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിൽ വരുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട്, അള്ളാഹുവേ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി എന്താണ്? അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഏറ്റവും അവസാനം നരകത്തിലെ ശിക്ഷയും കഴിഞ്ഞ് ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തും. ആ മനുഷ്യൻ പറയും, ഇനി എനിക്കിവിടെ എന്താ ഉള്ളത്? എല്ലാവരും അവരുടെ ഓഹരിയൊക്കെ കൊണ്ടുപോയില്ലേ, അവരുടെ വിഹിതങ്ങളൊക്കെ കൊണ്ടുപോയില്ലേ, ഇനി എനിക്കെന്താണുള്ളത്? അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കാണ്, വല്ലാത്തൊരു ചോദ്യാണത്. ദുനിയാവിലെ ഒരു രാജാവിന് കിട്ടുന്ന സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിയാൽ നിനക്ക് സന്തോഷാവുമോ? ആ മനുഷ്യൻ പറയും, റദീതു റബ്ബി, അള്ളാഹുവെ, എനിക്ക് സന്തോഷമാകും, എനിക്ക് തൃപ്തിയാകും. അള്ളാഹു പറയും, ലക്കദാക്, നിനക്കതുണ്ട്. വമിസ്ലുഹു, അത്ര പിന്നെയുമുണ്ട്. വമിസ്ലുഹു, അത്ര പിന്നെയുമുണ്ട്. വമിസ്ലുഹു, അത്ര പിന്നെയുമുണ്ട്. വമിസ്ലുഹു, അത്ര പിന്നെയുമുണ്ട്. അഞ്ചാമത് അള്ളാഹു അത് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നതാണ്, റദീതു റബ്ബി, അള്ളാഹുവെ, സന്തോഷായി, തൃപ്തിയായി. അള്ളാഹു അവിടെ നിർത്തുന്നില്ല. അള്ളാഹു പറയാണ്, ലകദാലിക്, നിനക്കതുണ്ട്. വഅശറതു അംസാലിഹി, അതിന്റെ 10 ഇരട്ടി പിന്നെയുമുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് ഇതാരോടാണ് പറയുന്നത്? ഏറ്റവും ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അനുഗ്രഹങ്ങളല്ല ഇത്. ഏറ്റവും അവസാനം നരകത്തിലെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയത്. ആ മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കിയത് എത്ര അത്ഭുതമാണ്! നമ്മുടെ റബ്ബ് നമ്മളോട് കാണിച്ച കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സ്വർഗമാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ഒരുങ്ങുക.